1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 56 800120. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മഹാലക്ഷ്മിയോട് വളരെ മോശമായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തവനാ നീ. നിന്നെ ഒരു ആങ്ങളെ പോലെ കൊണ്ടു നടന്നിട്ട് നീ മഹാലക്ഷ്മിയോട് പൊറുക്കാൻ പറ്റാത്ത തെറ്റാ ചെയ്തത്. കഥകൾ പിന്നീടാണ് ഞാൻ കൂടുതലായിട്ട് അറിഞ്ഞത്. അത് നീ പറഞ്ഞിട്ട് തന്നെ. എന്നിട്ടും നിന്നോട് മഞ്ജുവിനെ പ്രേമിക്കാൻ പറഞ്ഞത് മേഘനാഥൻ എന്ന് പറയുന്നവൻ അത്രയ്ക്ക് വൃത്തികെട്ടവനായതുകൊണ്ടാ. ഞാൻ എന്റെ മനസ്സ് മുഴുവൻ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വെച്ചിട്ടും നിങ്ങൾ എന്താ മാർക്കോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സംസാരിക്കല്ല, കണ്ണ സാർ സ്നേഹിക്കുന്ന പെങ്ങളാണ് ഈ മഞ്ജു. അവൾ അങ്ങേരോട് നെറുകേട് കാണിച്ചെങ്കിലും പെങ്ങളെ അങ്ങേർക്ക് വലിയ ഇഷ്ടമാ. അങ്ങനെയുള്ള മഞ്ജുവിനോട് നീ വിശ്വാസവഞ്ചന കാണിച്ചാൽ ഞങ്ങൾ പറഞ്ഞത് ചെയ്തിരിക്കും. പിന്നെ നീ തവിട് പൊടിയായെന്ന് കൂട്ടിക്കോ. ഇല്ല മാർക്കോ, ഏത് മനുഷ്യനായാലും ജീവിക്കണമെന്നൊരാഗ്രഹം കാണില്ലേ? എന്നും മനുഷ്യന്മാരെ പറ്റിച്ചും തെറ്റായ വഴിയിൽ സഞ്ചരിച്ചും ജീവിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ. എനിക്കൊരു കുടുംബം വേണം. അതിനുവേണ്ടി തന്നെയാ ഞാൻ മഞ്ജുവിന്റെ പിന്നാലെ നടക്കുന്നത്. ഞാൻ ആർക്കെങ്കിലും ഒരു വാക്ക് കൊടുത്താ അവർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഞാൻ ജീവൻ കളഞ്ഞു കൂടെ നിൽക്കും. എന്നാ എന്നോട് നന്ദികേട് കാണിച്ച ജീവൻ എടുക്കുകയും ചെയ്യും. എടുത്തോ. ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയുണ്ടായാ എന്റെ കഴുത്ത് കണ്ടിച്ചോ. ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. നീ ഇപ്പൊ പറഞ്ഞത് മഞ്ജു കൊട്ടിഘോഷിച്ചുകൊണ്ട് നടന്ന, പിന്നെ അവളുടെ പിന്നാലെ നീ നടക്കരുത്. എന്തൊക്കെ പറഞ്ഞാലും കണ്ണൻ സാർ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീയുടെ മകളാ. അതുപോലെ തന്നെ അവരുടെ ആങ്ങളെയും ആ രീതിയിൽ ചിന്തിക്കുന്ന കൂട്ടത്തില. നീ ഇഷ്ടപ്പെടുന്ന മഞ്ജുവിനും ദാമ്പത്യം തകർന്നെന്നറിയുന്നതിന് മുമ്പ് ഈ സ്വഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവളെ കണ്ണുടച്ച് വിശ്വസിക്കാൻ പാടില്ല. നമുക്ക് നോക്കാം മാർക്കോ. അവള് പറഞ്ഞ വാക്ക് തെറ്റിച്ച പിന്നെ ഞാൻ അവളുടെ പിന്നാലെ നടക്കില്ല. ഇത് വാക്കാം. ഒരുത്തൻ ഇരുട്ടിനെ പേടിച്ചു തുടങ്ങി. ഇനി അതിന് പിന്നാലെ മറ്റു പലരും പേടിക്കാനുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ കണ്ണൻ സാറിന്റെ രണ്ടാനമ്മ ഉൾപ്പെടെ മറ്റു പലരും. അതിനെന്തിനാണ് താനിങ്ങനെ ചിരിക്കുന്നത്? എന്നാലും എന്റെ വാവേട്ടാ, മേഘനെ പോലെ ആചാനുബാഹുവായ ധൈര്യമുള്ളൊരു ചെറുപ്പക്കാരൻ ഇങ്ങനെ പേടിച്ചാലോ? എടോ, അവൻ അവളെ കാണുക മാത്രമല്ല ചെയ്തത്, അവനെ അവൾ തലക്കടിച്ച് വീഴ്ത്തുകയും ചെയ്തു. അവളാണ് തലക്കടിച്ചതെന്ന് അവൻ കണ്ടോ? ആരോ പിന്നിൽ നിന്ന് അടിച്ചെന്നാ പറഞ്ഞു. അതെ, അത് ഏതെങ്കിലും കള്ളന്മാരായിരിക്കും വാവേട്ടാ, അല്ലെങ്കിൽ അവരുടെ ശത്രുക്കളാരെങ്കിലും ആയിരിക്കും അത്. പിന്നെ ഈ മാർക്കോ എന്ന് പറയുന്നവനെ സൂക്ഷിക്കണം. കണ്ണന്റെ വലം കൈയാണ് അവനിപ്പോ. അന്ന് ചിതയിലോട്ട് വെക്കുന്ന സമയത്ത് മഹാലക്ഷ്മി ഉടുത്തിരുന്ന സാരി തന്നെയാണ് അവൻ കണ്ട നേരത്ത് അവൾ ഉടുത്തിരുന്നാ പറഞ്ഞത്. അതിന് അവളെ ചിതയിലോട്ട് വെക്കുന്നത് ഞാനും മേഘനും കണ്ടില്ലല്ലോ. അവളെ വിറക് കൊണ്ട് മൂടിയതിനു ശേഷമല്ലേ ഞങ്ങളെ കൂടെ ചെല്ലുന്നേ. എന്നാലും അതിനു മുമ്പ് അവളുടെ വീഡിയോ ഒക്കെ ഗുണ്ടകൾ മേഘൻ അയച്ചു കൊടുത്തായിരുന്നല്ലോ. ആ സമയത്ത് അവൾ ഉടുത്തിരുന്ന സാരിയോടെ അല്ലേ അവളെ ചിതയിലോട്ട് വെച്ചത്. ആ ഫോട്ടോസൊക്കെ ഞാനും കണ്ടതാ വാമേട്ടാ. എനിക്കിത്ര അന്ധവിശ്വാസങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ പേടിക്കേണ്ടത് പോലീസിനെയാ. അവരുടെ അന്വേഷണം ഏത് വഴിക്ക് പോകുന്നു എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. കണ്ണനും അനന്തും ഒക്കെ വക്കീലന്മാരാ. അതുകൊണ്ട് തന്നെ അവർ രണ്ടാളും പോലീസിനെ സ്വാധീനിക്കുന്നുള്ള കാര്യം ഉറപ്പാ. പിന്നെ നമ്മുടെ MLA എനിക്ക് വലിയ വേണ്ടപ്പെട്ട ആളാ. അത് വെച്ചിട്ട് അന്വേഷണം നമുക്കെതിരെ വരികയാണെന്നുണ്ടെങ്കിൽ അത് തിരിച്ചുവിടാന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അവനേതായാലും പനി പിടിച്ച് കിടപ്പാ. അത് തലയ്ക്ക് അടി കൊണ്ടുകൊണ്ടായിരിക്കും. അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കത്തെന്താ? തല മുഴച്ചതല്ല, അത് പൊട്ടിയില്ലടൂ. ഇന്നേതായാലും അവനോട് ഹോസ്പിറ്റലിൽ പോയി തലയൊന്ന് സ്കാൻ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വാമേട്ടാ, നമ്മുടെ പിന്നാലെ കൂടിയിരുന്നത് ജീവിച്ചിരുന്ന മഹാലക്ഷ്മിയുടെ ബാധയായിരുന്നു. ആ ബാധ ഇപ്പോ ഒഴിഞ്ഞുപോയി. ഇനി മരിച്ചവളുടെ ആത്മാവാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ നമ്മൾ സമയം കളയരുത്.
എല്ലാം ഒന്ന് ശാന്തമായാൽ പിന്നെ കണ്ണന്റെ സ്വത്തുക്കളിൽ കണ്ണുവെക്കണം.